അതായത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ 134ഓളം കാട്ടുപന്നികളെ ഈ വർഷം വെടിവെച്ച് വന്നതായിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ അടുത്ത് പുറത്തിറക്കിയ പത്ര റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതേസമയത്ത് ഇത് കാര്യക്ഷമമായി പ്രായോഗികമായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ചേങ്കോട്ടോണം പ്രദേശത്ത് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ രൂക്ഷമായ സാഹചര്യത്തിൽ മുൻ ഭരണസമിതിയുടെ സമയത്ത് തന്നെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവ് പ്രകാരം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷൂട്ടർമാർ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കാര്യക്ഷമമായിട്ട് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും 100% കർഷകർക്ക് തൃപ്തികരമായ രീതിയിലൊന്നും ചെയ്യുന്നില്ല. അത് കുറച്ചുകൂടി, അതായത് നിലവിലുള്ള നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഏത് തരത്തിൽ കർഷകരെ സംരക്ഷിക്കാൻ സാധിക്കും, കൃഷി സംരക്ഷിക്കാൻ സാധിക്കും, നാട്ടിലുള്ള ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് പഞ്ചായത്തുകളിലാണ് ആ ശല്യം രൂക്ഷമായിട്ടുള്ളത്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത പ്രദേശത്ത് അല്ലെങ്കിൽ അങ്ങനെ ഗ്രാമീണ മേഖലകളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത്, ഇപ്പോൾ കൂടുതലും പോത്തങ്കോട് പഞ്ചായത്തിനോട്, അണ്ടൂർക്കോണം പഞ്ചായത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ചേങ്കോട്ടുകോണം, അതുപോലെ തന്നെ പൗടിക്കോണം, ഈ പ്രദേശത്തുള്ള വാർഡുകളിലാണ് ഈ പ്രശ്നം കണ്ടുവരുന്നത്. ഈ കോർപ്പറേഷനിൽ ആദ്യമായിട്ട് BJP ഭരണത്തിലേറിയതിനു ശേഷം ഒരു വികസന രേഖ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ ബജറ്റ് വന്നപ്പം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ വരുന്നത് വികസനത്തെ ബാധിക്കുമോ? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കോർപ്പറേഷന്റെ ചില കാര്യങ്ങൾ കോർപ്പറേഷൻ നടപ്പിലാക്കും, ചില സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപ്പിലാക്കും, ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെ നടപ്പിലാക്കും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ വളരെ മുമ്പോട്ടാണ്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺക്ലേവ് ഒക്കെ കഴിയുന്നതോടെ ഓരോരോ മന്ത്രാലയങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം പുറത്തു വരും. ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ട്, പ്രധാനമന്ത്രിയും മന്ത്രിമാരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യങ്ങൾ കൈവരും. വിഴിഞ്ഞം ഔട്ടർ അടക്കമുള്ള പദ്ധതികൾക്ക് വലിയ രീതിയിൽ ഫണ്ടിങ് ആവശ്യമുള്ള പദ്ധതികളാണ്. ആ സമയത്താണ് ഈ ബജറ്റിൽ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കാതെ വരുന്നത്. അത് തിരിച്ചടി തന്നെയല്ലേ? അല്ല, ഞാൻ ഇന്നലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റിന് കൃത്യമായിട്ട് രാജ്യത്തിന്റെ ഓരോ കോണിനെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ടൊക്കെ തന്നെ ഓരോ ഘട്ടം കഴിയുമ്പോഴേക്കും മുന്നേറുന്നത്. അതൊക്കെ കൃത്യമായിട്ട് നടക്കേണ്ട സമയങ്ങളിൽ നടക്കും.